അമീൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അമീൻസ് എന്ന് പറയുമ്പോൾ അതിൽ നൈട്രജൻ ഉണ്ട് അല്ലേ. അപ്പം നൈട്രജൻ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 7 ആയിട്ടുള്ളൊരു എലമെൻ്റാണ്. അപ്പം നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കൂ. നൈട്രജൻ 7, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1s2, 2s2, 2px1, 2py1 ആൻഡ് 2pz1. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1s2, 2s2, 2p3 എന്ന്. അപ്പം ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമീൻസിൽ വരുമ്പോൾ ഈ നൈട്രജൻ ആറ്റം എന്ന് പറയുന്നത് നൈട്രജൻ ആറ്റം ഈസ് ട്രൈവാലൻറ്റ് ആൻഡ് ക്യാരീസ് ആൻ അൺഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇവിടെ ഈ 3 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ട്രൈവാലൻ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു അമീൻ്റെ സ്ട്രക്ചർ പരിശോധിച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നൈട്രജൻ ഈസ് അറ്റാച്ച്ഡ് ടു 3 CH3 ഗ്രൂപ്പ് ആൻഡ് 1 അൺഷെയർഡ് പെയർ ഇലക്ട്രോൺ. ഇവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത്? നൈട്രജനിലേക്ക് 3 CH3 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ വരുന്ന കേസസിൽ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയായിരിക്കും? ഇവിടെ നൈട്രജനിലുള്ള ഒരു S, 3 P എന്നിവ ചേർന്നുകൊണ്ട് sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഫോം ചെയ്യുക. എസ്സിൽ വരുന്ന എക്സ്ട്രാ 1 ഇലക്ട്രോൺ ആണ് ഇവിടെ അൺഷെയർഡ് ഇലക്ട്രോൺ പെയറായി കാണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയണം, ഇൻ ദ കേസ് ഓഫ് അമീൻസ് ലൈക്ക് അമോണിയ ദ നൈട്രജൻ ആറ്റം ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. ഇവിടെ നൈട്രജൻ sp3 ഹൈബ്രിഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ദ ജോമെട്രി ഓഫ് അമീൻസ് ഈസ് പിരമിഡൽ ജോമെട്രിയാണ് അമീൻസിൻ്റെ സ്ട്രക്ചർ. അത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം കാർബൺ നൈട്രജൻ കാർബൺ അല്ലെങ്കിൽ കാർബൺ നൈട്രജൻ കാർബൺ എന്നിങ്ങനെയുള്ള ഒരു ബോണ്ട് ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് ആംഗിൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഡ്യൂ ടു ദിസ് പ്രസൻസ് ഓഫ് ദിസ് അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ, ആക്ച്വലി ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി ആവേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ് ആകേണ്ടതായിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നൈട്രജനിലേക്ക് 4 അറ്റാച്ച്മെൻറ്റുകളാണുള്ളത് അല്ലേ. എന്നാൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ദ ബോണ്ട് ആംഗിൾ റിഡ്യൂസ്ഡ് ടു 108 ഡിഗ്രി. 109 ഡിഗ്രി 28 മിനിറ്റിനേക്കാളും കുറവ് ബോണ്ട് ആംഗിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം CNE ബോണ്ട് ആംഗിൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 109.5 ഡിഗ്രി. ഈ E എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കാർബൺ ആയിരിക്കാം. ഇൻ ദ കേസ് ഓഫ് പ്രൈമറി അമീൻ ഇറ്റ് ഈസ് ഹൈഡ്രജൻ. അപ്പം അങ്ങനെ വരുമ്പോൾ കാർബൺ നൈട്രജൻ E ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാകുന്ന ബോണ്ട് ആംഗിൾ 108 ഡിഗ്രി ആയിട്ടാണ് ഇവിടെ കാണപ്പെട്ടിരിക്കുന്നത്. 109.5 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ. ഇനി അമീൻസിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഇവിടെ അമീൻസിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ റിച്ച് ഇലക്ട്രോൺ കണ്ടന്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ദിസ് നൈട്രജൻ ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ. അമീൻസിലുള്ള ഈ നൈട്രജൻ ഒരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ദ ഇലക്ട്രോൺസ് ടു സം അതർ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു കോമ്പൗണ്ടാണ് അമീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അമീൻസിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്.